പുണ്യനബി പറഞ്ഞു ഏറ്റവും നാശം പിടിച്ച കാലമാണത്. ആ കാലത്തിന്റെ സ്വഭാവം റസൂലുള്ള പറഞ്ഞു, പലിശയും വ്യഭിചാരവും ഒരു നാട്ടിൽ വ്യാപിച്ചാൽ ആ നാട് അല്ലാഹു നശിപ്പിക്കാനുള്ള സമ്മതം മലക്കുകൾക്ക് നൽകുന്നത്. പുണ്യനബി പറഞ്ഞു, എന്റെ സമുദായം എന്ന മദ്യത്തിന്റെ പിന്നാലെയാകും, കള്ളിന്റെ പിന്നാലെയാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ പറയാ. ആ കാലത്തൊക്കെ ബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ഖബറിന്റെ അകത്ത് പോയി കിടക്കലാണ് ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ കാന ഉമറാഉകും ഖിയാറുകും വഅഗ്നിയാഉകും സുമഹാഉകും ഇദാ കാന അംറുകും ശൂറാ ബൈനകും. പുണ്യനബി പറയാൻ, നിങ്ങളുടെ നേതാക്കൾ നല്ലവരാവുകയും അതേപോലെ നിങ്ങളുടെ ധനികന്മാർ നല്ല ദാനശീലമുള്ള ആളുകളാവുകയും അംറുകും ശൂറാ ബൈനകും, നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുന്ന കാലമാണെങ്കിൽ ആ കാലത്ത് ജീവിക്കണ മരണത്തെക്കാളും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ നിങ്ങളിലെ ഏറ്റവും വലിയ പ്രമാദികളായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി എല്ലാ വേണ്ടാത്തികളും ദുർവൃത്തികളും തിന്മകളും തമ്മാടിത്തരങ്ങളുമുള്ള ആളുകൾ, ആ ആളുകളാണ് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇദാകാന ഉമറാഉകും ശിറാഖും, പിന്നെയോ ബുഖലാഉകും, നിങ്ങളുടെ ധനികന്മാർ പിശുക്കന്മാരാവുകയും പാമ്പുറുക്കും നിങ്ങളുടെ കാര്യങ്ങൾ ശിഥിലമായി പോവുകയും ചെയ്താൽ ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ അന്തർഭാഗമാണ് മുകളിനേക്കാളും നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ ഹദീസോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ, എനിക്ക് വിഷയം പറയാൻ സമയം കിട്ടിയില്ല. മഴ രണ്ടാമതും വരുന്നതുകൊണ്ട് നമ്മൾ പിരിയുകയാണ്. ഒറ്റ ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലോ ശ്രദ്ധിക്കണേ, കാലഘട്ടം നാശമാകുന്നതെങ്ങനെ, കർമ്മങ്ങൾ മോശമാകുമ്പോഴാണ്. മഹാകള്ളൂടുക്ക് കുടിയന്മാർ മാത്രമുണ്ടാകുന്ന കാലം അത് മഹാമോശമാണ്. അതേപോലെ തിന്മകൾ വ്യാപിക്കുന്ന കാലം മഹാമോശമാണ്. റസൂലുള്ള പറഞ്ഞു, 4 കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നത്. ഇദാകാന ആഖിറുസ്സമാൻ, ലോകം അവസാനത്തോടെടുക്കുമ്പോൾ 4 കാര്യങ്ങൾ എന്റെ സമുദായത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകും. അന്നുള്ള ജനങ്ങളിൽ ഉണ്ടാവുകയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് പറഞ്ഞു, നബിയ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബർക്കത്തിനെ ഉയർത്തിക്കളയുന്നത്. എപ്പോ? ആളുകൾ മോശമാകുമ്പോൾ. ആള് നന്നാവുമ്പോഴോ ബർക്കത്ത് അല്ലാഹു വ്യാപിപ്പിച്ചു കൊടുക്കും. അതാ ഇമാം മഹദിയെ കുറിച്ച് പറഞ്ഞപ്പോ അന്നത്തെ ഒരു റുമ്മാൻ പഴം മതി ഒരു സംഘത്തിന് ഭക്ഷിക്കാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര അരി അവിടെ വെച്ചത്? അന്ന് ഒരു റുമ്മാ മതിയാവും. ആക്കോട്ടൊരു ദ്വായ സമ്മേളനം നടക്കുമ്പോൾ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്ന് ഒരു റുമ്മാന്റെ തൊലി ചുവട്ടിൽ തണൽ കൊള്ളാൻ മാത്രം വിശാലമായിരിക്കണം. റുമ്മാന്റെ തൊലിയല്ലോ അതിന്റെ പുറത്തോടം നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ റുമ്മാൻ. എന്താ കാരണം? ഭൂമിയിലാകമാനം അക്രമം വ്യാപിച്ചിരുന്നത് പോലെ അതെല്ലാം മാറ്റിയിട്ട് ഇമാം മഹ്ദി ഭൂമിയിലാകമാനം നന്മ നിറക്കും. ആ നന്മ നിറക്കുമ്പോൾ അല്ലാഹു ഭൂമിയോട് പറയും, അഖ്രിജി ബർക്കത്തി, ഭൂമി നിന്റെ ബർക്കത്ത് നീ ജനങ്ങൾക്ക് പുറപ്പെടുവിച്ചു കൊടുക്കണേ. ആ സമയത്ത് ഫലങ്ങൾ ധാരാളം ഉണ്ടാകും. എന്നാൽ ഇന്നോ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന യുൻസഉൽ ബർക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബർക്കത്തിനെ ഉയർത്തിക്കളയുന്നത്. ഒന്നിലും ബർക്കത്തുണ്ടാവില്ല, സമയത്തിൽ വല്ല ബർക്കത്തുണ്ട്. ചിന്തിച്ചു, ഇതന്നെ ഒരു ദിവസം വിശദീകരിക്കേണ്ട ഭാഗമാണ്. സമയത്തിൽ വല്ല ബർക്കത്തുണ്ടോ? രാവിലെ ആവുന്നു, വൈകുന്നേരം 48 വയസ്സ് എപ്പോഴെനിക്കായത് അറിഞ്ഞു തന്നെയല്ല. അടുത്ത റമദാൻ, ഒരു റമദാൻ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അറിഞ്ഞതേയില്ല. എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു ബർക്കത്ത് ഉയർത്തിക്കളയുന്നതാണ്. ശരിയല്ലേ? ഭക്ഷണം എന്തിനാ അല്ലാഹു തന്നത്? ആരോഗ്യം ഉണ്ടാവാനാ. എന്നാൽ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ രോഗിയായി പോവുകയാണ്. ഭക്ഷണം കഴിച്ചാൽ രോഗിയാവുകയാണ്. ഭക്ഷണം കഴിച്ചാൽ രോഗിയാവാൻ പാടില്ല. ഭക്ഷണം അല്ലാഹു ആരോഗ്യത്തിനാ തന്നത്. പക്ഷേ കഴിക്കുന്നതൊക്കെ രോഗത്തിന് ഹേതുകമാവുക. അല്ലാഹു ഭൂമിയിൽ നിന്ന് ബർക്കത്ത് ഉയർത്തിക്കളയും. കാരണം എന്താ? ഭൂമിയിൽ ആളുകൾ നന്മ ചെയ്യുന്നവരായി ഉണ്ടാവുകയില്ല. അകാലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. സമയമില്ല,
സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോന്നിലേക്കും കടന്ന് വിശദീകരിക്കുന്നില്ല. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, ഖൽബുകളിൽ അല്ലാഹു റഹ്മത്തിനെ ഉയർത്തിക്കളയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ മനസ്സിലേ ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ടി വരേണ്ടത്, സ്വന്തം പിതാവ് മകനെ ഹോസ്പിറ്റലിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കേണ്ടി വരുന്നത്, സ്വന്തം പിതാവും 2ാനമ്മയും കൂടി ശഫീഖ് എന്ന് പറയുന്ന കുഞ്ഞുമോനെ കാല് തല്ലി ഒടിച്ചു വായിക്കേണ്ടി വന്നത്. അതും ഈ സമുദായത്തിലോ എന്ന് ചിന്തിക്കും. ഉമ്മാക്കും ഉപ്പാക്കും ഭൂമിലോകത്ത് ആകാശത്തിന് ചുവട്ടിലുള്ള ഏറ്റവും വലിയ സ്നേഹം പറയാൻ നമ്മൾ പറയാറുള്ളത് ഉമ്മാക്ക് മക്കളോട് സ്നേഹമെന്നല്ലേ, വാപ്പാക്ക് മക്കളോട് സ്നേഹമെന്നല്ലേ. എന്നാൽ അതുപോലും പറയാൻ പറ്റാത്ത കാലമായി സ്വന്തം ഉമ്മയാണ് മകന്റെ കാൽ തല്ലി ഒടിക്കുന്നത്, സ്വന്തം ഉപ്പയാണ് മകന്റെ കാൽ അടിച്ചൊടിക്കുന്നത്. അടിച്ചൊടിച്ച് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധം അവസരമായി കിടന്ന് പയ്യെ ആരോടും പറയാനുള്ള അതിന്റെ അകത്തളത്തിൽ നിന്ന് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കവാടം അടിച്ചുകൂട്ടിയിട്ടുണ്ട്. ആർത്തുകറിയുന്നതിൽ കിട്ടും. പതുക്കെ അല്പസമയം കഴിഞ്ഞ് എഴുന്നേറ്റവൻ വേച്ചു നടക്കുമ്പോ വീണ്ടും ഇരുമ്പിന്റെ മുമ്പ് കൊണ്ടുവന്ന് അതേ കാലിനടിച്ചു കാലിന്റെ തല്ലിയൊടിക്കുന്ന സ്വന്തം അച്ഛനും ഉപ്പയും വന്ന് വായിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്റെ പ്രിയമുള്ള സഹോദര, കൈബുകളിൽ നിന്ന് അല്ലാഹു റഹ്മത്തിനെ ഉയർത്തിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാമെന്ന് പറഞ്ഞു. പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാമെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന രീതിയിൽ തലകുടിക്കേണ്ടി വന്നുവെന്ന് പ്രിയമുള്ളവരെ, പെരുന്നാൾ ആഘോഷിക്കാൻ വസ്ത്രമെടുക്കാമെന്ന് പറഞ്ഞു സ്വന്തം ഭാര്യയും 2 പിഞ്ചുമക്കളെയും തന്റെ രക്തത്തിൽ പിറന്ന 2 പിഞ്ചുമക്കളെ, 4 വയസ്സായ ഒരു കുഞ്ഞുമാറി, പിന്നെയോ 1.5 വയസ്സായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചത്ത് കിടന്ന് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നൽകി കുടിക്കുന്ന പ്രായത്തിലുള്ള 1.5 വയസ്സുള്ള കുഞ്ഞുമാറി ഡ്രസ് വാങ്ങി തിരിച്ചു വരുമ്പോഴേ ആരോരുമില്ലാത്ത പാടവക്കി വഴിവക്കിൽ സ്കൂട്ടർ നിർത്തിയിട്ട് തന്റെ വാഹനം നിർത്തിയിട്ട് തന്റെ വാഹനമടക്കം വെള്ളക്കെട്ടിലേക്ക് മറിച്ചിട്ടിട്ട് 1.5 വയസ്സുള്ള കുഞ്ഞുമോൾ വെള്ളത്തിൽ നിന്ന് പോകുമ്പോൾ ആ കരച്ചിൽ പോലും സ്വന്തം രക്തത്തിന്റെ അംശത്തിന്റെ കരച്ചിൽ തന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചില്ല. അക്കാലമെന്ന് പറയുന്നത് കാരുണ്യത്തെ എടുത്തു മാറ്റുന്ന കാലമാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി വീണ്ടും പറഞ്ഞു, യർഫഉല്ലാഹുൽ അദ്ല മിനൽ ഹുക്കാം, ഭരണകർത്താക്കളിൽ നിന്ന് അല്ലാഹു നീതി എടുത്തു മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ എന്താ? നീതി ചെയ്യുന്ന ഭരണാധികാരികളൊന്നും ഉണ്ടാവുകയില്ല. കേൾക്കണേ നിങ്ങൾ, ഞാൻ പറഞ്ഞത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്ർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നമ്മെ പരാജയത്തിലാണ്. അപ്പൊ കാലം നന്നാകുന്നതും കാലത്ത് ജീവിക്കുന്നവർ നന്നാകുമ്പോഴാണ്, അവരുടെ കർമ്മങ്ങൾ നന്നാകുമ്പോഴാണ് ആളുകൾ നന്നാകുന്നത്. ലോകാവസാനമാകുമ്പോ അവരുടെ കർമ്മങ്ങൾ മോശമാകും. എങ്ങനെയാ മോശമാകുമെന്ന് റസൂലുള്ള പറഞ്ഞത്? ഒന്നാളുകളുടെ കൽബിൽ കരുണയുണ്ടാവുകയില്ല. രണ്ടാമതായി മഹാനായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭരണാധികാരികൾ നീതി കാണിക്കാൻ തയ്യാറാവില്ല. മൂന്നാമതായി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, കുറ്റവാളിയെന്ന് എല്ലാവരും മനസ്സിലാക്കിയവന് വിചാരണ പോലും ചെയ്യാതെ, ഒരു വിചാരണ പോലും നടത്താതെ കുറ്റവിമുക്തനാക്കപ്പെടുന്ന കാലം ഭരണാധികാരികളിൽ നിന്ന് നിങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യർഫഉല്ലാഹു ഹയാ മിനൻ നിസാ, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെണ്ണിൽ ലജ്ജയുണ്ടാവുകയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിൽ നിന്ന് അല്ലാഹു ലജ്ജ ഉയർത്തിക്കളയുന്നതാണ്. പെണ്ണിൽ നിന്ന് അല്ലാഹു ലജ്ജ ഉയർത്തിക്കളയുന്ന കാലം. സ്വന്തം വാപ്പയെ നോക്കിയിട്ട് പറയാൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമിച്ചവനുണ്ട്, അവനെ എനിക്ക് പറ്റുമെന്ന് വാപ്പയുടെ മുഖത്ത് നോക്കി പെൺകുട്ടി പറയുന്ന കാലം. സ്വന്തം മകൾ പറയുന്ന കാലം. ഭർത്താവിനെ നോക്കിയിട്ട് നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അന്നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കാലം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പെണ്ണിൽ ലജ്ജ എന്ന് പറയുന്നത് പെണ്ണിന് വലിയ ഭംഗിയാണ്. മാത്രമല്ല അൽഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ആ ലജ്ജ പെണ്ണിൽ നിന്ന് എടുത്തു കളയപ്പെടുന്ന കാലം, ആ കാലം വളരെ മോശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, നല്ലവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റഹീമീനായ റബ്ബേ, നല്ല ആളുകളെ ഈ സമുദായത്തിന് നൽകി നീ അനുഗ്രഹിക്കണേ. എന്നെ പോലെ എന്റെ ചെറുപ്പക്കാരോട് എല്ലാം ശ്രദ്ധിക്കണം. ഇതൊന്നുമല്ല കളി, നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല കളി. ഈ റോഡിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ട ഒരു മനുഷ്യനുണ്ട്. ഇവിടെ അമ്പലത്തിൽ അഹ്മദ് മുസ്ലിയാർ ഇതിന്റെ ഓരത്ത് കിടക്കുന്നുണ്ട്. മറന്നുപോയോ? നമ്മൾ പല ആളുകളുടെയും സുഹൃത്തായിരുന്നില്ലേ? നിങ്ങൾ പല ആളുകളുടെയും സമപ്രായക്കാരനായിരുന്നില്ലേ? കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടില്ല, പത്രത്തിൽ വായിച്ചത് സൗദി അറേബ്യയിൽ നിന്ന് മരണപ്പെട്ടിട്ട് മറ്റേതോ ഗൾഫ് രാജ്യത്ത് നിന്ന് മരിച്ചിട്ട് ഈ നാട്ടിലെ കുഞ്ഞാവ എന്ന് പറയുന്ന നിങ്ങളുടെ പല ആളുകളുടെയും സുഹൃത്തായ ഒരാൾ കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് ഈ ഖബർസ്ഥാനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണേ. ഒന്നിനിത് പറയാം, കളിയല്ല, ഇതാണ് കാര്യം. കളിയല്ല, ഇതാണ് കാര്യം. കിടക്കണം എത്ര കാലം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നവരെ കിടക്കണമെന്ന സഹോദര. ആരുടെ കൂടെ? അന്ന് നമ്മളോട് കളി പറയാനുള്ളവൻ കൂടെയില്ല, തമാശ പറയാനുള്ളവൻ കൂടെയില്ല, എങ്കിലാത് വിളിക്കാൻ മുമ്പിൽ നിന്നവൻ കൂടെയില്ല, എന്നെ പിഴപ്പിച്ചവൻ കൂടെയില്ല, മദ്യക്കുപ്പി വാങ്ങിത്തന്നവൻ കൂടെയില്ല, രസം പറഞ്ഞിരിക്കാനുണ്ടായവൻ കൂടെയില്ല, വണ്ടിയിൽ തന്റെ കൂടെ ക്ലീനറായി വർത്തിച്ചവൻ കൂടെയില്ല. ആരാ കൂടെയുള്ളത്? ആരോരും കാണാതെ നിങ്ങളൊന്ന് പൊളിച്ചു നോക്ക്. മരിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചു നോക്കിയാൽ എനിക്കും നിങ്ങൾക്കും വരാനുള്ള രംഗം മനസ്സിലാകും എന്റെ സഹോദര. 10 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചാൽ മതി. കണ്ണ നിറയെ പുഴുക്കള, ഹറാമ കണ്ട കണ്ണാൻ, പുഴുക്കൾ മത്സരിച്ചു തുന്നുകയാണ്. മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, ചെറുമുറയെ പുഴുക്കളാണ്, നാവിൽ പുഴുക്കൾ കിടന്ന് ഉരുണ്ട മറിയുകയാണ്, ശരീരം നിറയെ പുഴുക്കളാണ്. എടാ പെമ്മാടി, എന്റെ റബ്ബിനെ ധിക്കരിച്ചവനെ, എന്റെ റബ്ബിനെ ധിക്കരിച്ചു നടന്നവനെ, പുഴുക്കൾ മത്സരിക്കുകയാണ് എന്റെ സഹോദര. മാത്രമല്ല ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ സർപ്പങ്ങളുടെ വീടാണ്, ഞാൻ തേലുകളുടെ വീടാണ്. എന്നിലേക്കാ നിങ്ങൾ കടന്നു വരേണ്ടതെന്ന് ഓരോ സെക്കൻഡിനും ഒരുമിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പ് കടന്നുപോയവരുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, അവരുടെ ഖബറുകളൊക്കെ നീ വെളിച്ചമാക്കി കൊടുക്കണമല്ല, വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സഹോദരങ്ങളെ, അവരുടെ അവസ്ഥ എന്തെന്ന് നമുക്കറിയുമോ? ഇതാണ് നമ്മുടെ കഥയിൽ. ഇന്ന് പോയി നോക്ക്, ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയാൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ? 5 മിനിറ്റ് ലൈറ്റെല്ലാം ഓഫാക്കി ആളുകളൊക്കെ പോയാൽ ആരെങ്കിലും ഒരാൾ ഒരു 5 മിനിറ്റ് നേരം അവിടെ അതിന്റെ വക്കീലൊന്ന് പോയിരിക്കുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ഭയമെങ്കിൽ അതിനകത്ത് കിടക്കുന്ന രംഗം എങ്ങനെയാകും എന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് ചിന്തിക്കണം. അതാണ് നമ്മുടെ അവസാനം, അതാണ് നമ്മുടെ അവസാന രംഗം. അങ്ങനെയാണ്. ഇത്ര 5 or 10 കൊല്ലമാണെങ്കിൽ സഹിച്ചു പോരാമായിരുന്നു. ആജീവനാന്തം എന്ന ശിക്ഷയാണെങ്കിൽ ഒരു 12 or 24 കൊല്ലം കടന്ന് തിരിച്ചു വരാമായിരുന്നില്ല. ഇസ്രാഫീൽ ഊതുന്നവരെ പിന്നെ എങ്ങനെയാ കിടത്തും? അതുകൊണ്ട് ആ ജീവിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മളൊക്കെ ബോധമുള്ളവരാക്കി തുടങ്ങണം.